ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അത്തച്ചമയ ഘോഷയാത്രയുടെ ഉദ്ഘാടന ചടങ്ങിൽ നിന്നും വിട്ടുനിന്നതിന്റെ കാരണം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി UDF ഭാരവാഹികൾ. ഉദ്ഘാടന ചടങ്ങിൽ MLA അനൂപ് ജേക്കബിനെ പൂർണ്ണമായും മാറ്റി നിർത്തിയതാണ് കാരണമെന്ന് UDF. കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം. പിറവത്ത് നടന്ന അത്തച്ചമയ ഘോഷയാത്രയുടെ ഉദ്ഘാടന ചടങ്ങിൽ LDF ഭരണസമിതി സ്ഥലം MLA കൂടിയായ അനൂപ് ജേക്കബിനെ പാടെ തഴഞ്ഞതുമൂലമാണ് ഉദ്ഘാടന ചടങ്ങ് ബഹിഷ്കരിച്ചതെന്ന് UDF ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് നോട്ടീസ് അടിച്ചിരിക്കുന്നത്. വേറെ ഒരുപാട് തർക്കങ്ങളും അതുപോലെ തന്നെ പല ആളുകളെ ഉൾക്കൊള്ളേണ്ട ആളുകളെ ഉൾക്കൊള്ളാതെ കൊണ്ടുള്ള നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉദ്ഘാടന ചടങ്ങുകളുണ്ട്. പക്ഷെ ഇത് ആകെ തുക വെച്ച് കണക്ക് നോക്കുമ്പോൾ മന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ പ്രോട്ടോകോൾ അനുസരിച്ച് അധ്യക്ഷത വഹിക്കേണ്ടത് MLA ആണ്. പക്ഷേ നഗരസഭാ ഭരണസമിതി അദ്ദേഹത്തെ ബോധപൂർവ്വം മാറ്റി നിർത്തുകയാണ് ഉണ്ടായതെന്നാണ് ആരോപണം. ഇവിടെ മാത്രം അനുജീകരണത്തിനെ ഒഴിവാക്കിക്കൊണ്ട് ഒരു സംവിധാനമാണ്. നമ്മുടെ പ്രവർത്തന സംബന്ധിച്ച് മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലർമാരെ അത്തച്ചമയ ഘോഷയാത്ര ഈ LDF മാത്രം ആഘോഷത്തിലൂടെയാണ്. അത് നാട്ടിലെ ജനങ്ങളുടെ ഒരു ആഘോഷമാണ്. അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് സന്തോഷത്തോടുകൂടിയാണ്. ഈ പശ്ചാത്തലത്തിൽ ഞാൻ നോക്കുന്നതുകൊണ്ട് തന്നെയാണ് ഈ കാര്യം വന്നിരിക്കുന്നത്. പക്ഷേ ഒരു രീതിയിലും അടുപ്പിക്കാത്തൊരു സാഹചര്യം. പിറവത്ത് അത്തച്ചമയ ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കണമെന്ന് UDF-നും ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ നിരന്തരം ബോധപൂർവം MLA-യെയും UDF-നെയും അവഗണിക്കുമ്പോൾ ജനങ്ങളെ ഈ പ്രതിഷേധം അറിയിക്കുവാൻ ഇതല്ലാതെ മറ്റു മാർഗമില്ല എന്നും UDF ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മന്ത്രി ഉദ്ഘാടകനാണെങ്കിൽ സ്ഥല MLA അധ്യക്ഷനാവുക എന്നുള്ളത് സാമാന്യ പ്രോട്ടോകോൾ പോലും കീഴ്വഴക്കം പോലും പാലിക്കാതെയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. DCC സെക്രട്ടറി KR പ്രദീപ് കുമാർ, തോമസ് മല്ലിപ്പുറം, രാജു പാണാലിക്കൽ, ഷാജു ഇലഞ്ഞിമറ്റം, അരുൺ കല്ലറക്കൽ, തോമസ് തേക്കുംമുട്ടിൽ, ജോർജ് അലക്സ്, ഡോമി ചിറപ്പുറം, UDF കൗൺസിലർമാരും പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. വ്യക്തമായി പറയുവാൻ ആഗ്രഹിക്കുന്നു, ഈ നഗരസഭയിലെ LDF ഭരണസമിതിയുടെ ഈ കീറത്തുണ്ടിൽ പേര് വന്നില്ലായെങ്കിലും ഈ ജനവിരുദ്ധ ഭരണസമിതിക്കെതിരെയുള്ള അതിശക്തമായ പ്രക്ഷോഭങ്ങളുമായി പിറവത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വരും ദിവസങ്ങളിൽ മുന്നോട്ട് പോകും. 1000 നോട്ടീസിൽ പേര് വെച്ചിട്ടുണ്ടായെങ്കിലും ഞങ്ങളുടെ സമരങ്ങളിൽ നിന്ന് ഞങ്ങൾ മുന്നോട്ട് പോകില്ല. ന്യൂസ് ബ്യൂറോ ഐവിഷൻ പിറവം. IT രംഗത്ത് തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ. IT മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള 3 മാസത്തെ CCNA നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം. നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം. ISP സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന 100% പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു. രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ. കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, നിയർ റെയിൽവേ സ്റ്റേഷൻ, പുതുക്കാട്.